ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إذ تستغيثون ربكم واستجاب لكم أني ممدكم بألف من الملائكة مردفين وما جعله الله إلا بشرى وليطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തിടുന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇന്ന് റമദാനിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ്. നാളെ റമദാൻ 17 ഇന്ന് 16. നാളത്തെ ദിവസം പരിശുദ്ധവും പരിപാവനവുമായ ഇസ്ലാമിൻ്റെ ആദ്യത്തെ യുദ്ധം ഉണ്ടായ ഒരു ദിവസമാണ്. അത് മുഴുവനൊന്നും പറയാൻ ഒരു ഖുതുബയിൽ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അത് നമ്മളെങ്ങനെയൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത്. കഴിഞ്ഞ ഖുതുബ പറഞ്ഞതും പൂർത്തിയായിരിക്കാൻ വെച്ചിട്ടില്ല, അതിൻ്റെ നേരത്തെ പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 16, നാളെ 17. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അനാചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ഒരു കാലത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് യുദ്ധങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമോഫോബിയക്കാർ, പ്രചരിപ്പിക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധ കൊതിയനാണെന്നും ശ്രീ ലംഘനമാണെന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എത്രയെത്ര യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ലോകത്ത്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ മേൽക്കോയ്മ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഞങ്ങളാണ് ശക്തന്മാർ എന്ന് തെളിയിക്കലാണ്. ഇന്നും നടക്കുന്നത് അതുതന്നെയാണ്. ധർമ്മത്തിനോ നീതിക്കോ സത്യത്തിനോ വേണ്ടിയല്ല. നിരപരാധികളായ വിദ്യാർത്ഥിനികൾ, 150 വിദ്യാർത്ഥിനികളെ ഇസ്രായേൽ ഇപ്പോൾ വിദ്യാലയത്തിൻ്റെ മുകളിലേക്ക് ബോംബ് വർഷിച്ച് കൊല്ലുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരത്തിലുള്ള ഒരു യുദ്ധം ചെയ്തിട്ടില്ല.
ഒരുപാട് യുദ്ധത്തിൽ ഒരു 1-2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യുദ്ധത്തിൽ റഷ്യൻ വിപ്ലവത്തിൽ 1 കോടി ജനങ്ങളെ ആണ് കൊന്നിരിക്കുന്നത്. അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിൽ 1ഉം 2ഉം ലോകമഹായുദ്ധത്തിൽ ഹിരോഷിമയും നാഗസാക്കിയും ജപ്പാനിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളായിരുന്നു. അവിടെ അണുബോംബ് വർഷിച്ചിട്ട് ആദ്യം 1,30,000, അതുപോലെ തന്നെ നാഗസാക്കിയിൽ 1,70,000 പേര്. അങ്ങനെ എണ്ണി ചരിത്രത്തിന് താഴെലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ഈ കൊന്നൊടുക്കുന്ന അവരോട് ചോദിച്ചാൽ തന്നെ അവർക്ക് ഉത്തരം പറയാനില്ല. അത്തരത്തിലുള്ള യുദ്ധമല്ല ഇസ്ലാമിലെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ യുദ്ധത്തിൽ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 74 യുദ്ധം ഉണ്ടായിരുന്നു. അത് ശരിയ 47ഉം ഒസുവത്ത് 27ഉം. ശരിയ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധത്തിനാ പറയാ. അല്ല, ഒസുവത്ത് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് ഒസുവ എന്നും പറയും. ഇത് അങ്ങനെ മൊത്തം 74 ഒരു റിപ്പോർട്ടിലുണ്ട്. ചില ഭാഗങ്ങൾ പറയുന്നത് 108 യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് 27 ശരിയയും 81 ഒസുവയുമായിട്ട് അങ്ങനെയും കണക്കുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് തൻ്റെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ വേണ്ടിയല്ല, ശക്തി തെളിയിക്കാൻ വേണ്ടിയല്ല, മറ്റൊരുത്തൻ്റെ രാജ്യത്തിൻ്റെയോ വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ മുതൽ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ധർമ്മത്തിനും സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രമായിരുന്നു. ഈ യുദ്ധങ്ങളിൽ മൊത്തം മരിച്ചവർ 1018 പേരാണ്. എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. 1018 പേരാണ്. എത്ര യുദ്ധങ്ങൾ ഉണ്ടായും ഇസ്ലാമിൻ്റെ യുദ്ധം ഉണ്ടായി ആകെ മരിച്ചത് 1018 പേരാണ്. ഹദീസുകളിലൊക്കെ നോക്കിയാൽ ചരിത്രത്തിന് താളുകളിലേക്ക് ഇറങ്ങിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 1018 പേരാണ് ആകെ മരിച്ചിരിക്കുന്നത്. 13 യുദ്ധം ഉണ്ടായതെന്നാണ് നിങ്ങൾക്കറിയോ. മക്കയിലായിരുന്ന കാലത്ത് ഒരു യുദ്ധവുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ആരാധനാ സ്വാതന്ത്ര്യമില്ലാതെ ഫേസ് ടു ഫേസ് ആയിട്ട് ഓരോ വ്യക്തികൾ തമ്മിൽ മുശ്രിക്കുകൾ ഉപദ്രവിച്ചു. യാസിർ കുടുംബത്തിനെയും ബിലാൽ റളിയല്ലാഹുവിനെയൊക്കെ ഒരുപാട് മർദ്ദനങ്ങൾ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒറ്റപ്പെട്ട മർദ്ദനങ്ങൾ ഉണ്ടായി. ആ മർദ്ദനങ്ങൾ സഹിക്കാൻ വയ്യാതെയപ്പോഴാണ് മദീനയിലേക്ക് വന്നത്. മദീനയിൽ വന്നിട്ടാണ് യുദ്ധങ്ങൾ ഉണ്ടായത്. മദീനയിൽ വന്നപ്പോൾ മദീനത്തുണ്ടായിരുന്ന അൻസാരികൾ നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിജറ ഉണ്ടായത്. നമ്മുടെ വിഷയം ഹിജറ അല്ലല്ലോ. അങ്ങനെ ഇത്രയും യുദ്ധങ്ങളിൽ 1018 പേരാണ് ആകെ കൊന്നത് കേട്ടോ. ആലോചിക്കേണ്ടതുണ്ട്. ഇന്നത്തെ യുദ്ധങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ശക്തി തെളിയിക്കുക, മേൽക്കോയ്മ സ്ഥാപിക്കുക, ഇത് മാത്രമാണ്. നിരപരാധികളായ കൊല്ലുക, സമ്പത്ത് നഷ്ടപ്പെടുത്തുക. അങ്ങനെ 1018 യുദ്ധങ്ങളിൽ 1018 ആളാണ് ആകെ മരിച്ചത്. അതിൽ മുസ്ലിങ്ങൾ 259 പേർ മുസ്ലിങ്ങൾ കൊന്നു. കാഫിറുകൾ ബഹുദൈവ വിശ്വാസികൾ 759 പേർ. അങ്ങനെ ഈ 100 ജില്ലാണെന്നുള്ള റിപ്പോർട്ടിലും ഈ 74 ആണെങ്കിലും ആകെ വധിക്കപ്പെട്ടത് 1018 പേരാണ്. 10 വർഷത്തിൻ്റെ ഉള്ളിൽ 1018 പേർ മരിച്ചതിൽ ഒരാളെ മാത്രമാണ് പരിശുദ്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് വധിക്കപ്പെടുക. ഒരൊറ്റ ആളെ മാത്രമാണ്. അതിൻ്റെ പേരാണ് ഉബയ്യ് ഇബ്നു ഖൽഫ് എന്ന് പറയുന്ന ഒരു ബഹുദൈവ വിശ്വാസി. അത് ചരിത്രം പറയുകയാണെങ്കിൽ നമുക്ക് സമയമില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം നിഷ്ഠൂരമായി മൃഗീയമായി ഉപദ്രവിച്ചൊരു സംഭവമുണ്ട്. 7 അംഗ സംഘമായിരുന്നു മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും എല്ലാ സമയവും ഉപദ്രവിച്ചിരുന്നത്. അതിൽ ഒരാളൊഴിച്ച് 6 പേരും ബദറിൽ തന്നെ കൊല്ലപ്പെട്ടു. അപ്പോൾ ഉബയ്യ് ഇബ്നു ഖൽഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഉത്തുബത്ത് ഒരു വിരുന്ന് സൽക്കാരം നടത്തി. ഉത്തുബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസിയായിരുന്നു. ഉത്തുബത്തിനെ വിരുന്നിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തുബത്തിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ക്ഷണം സ്വീകരിച്ച് തൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ നീ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തുബത്ത് വിശ്വസിച്ചു. അത് വലിയ സംഭവമാണ് കേട്ടോ. അങ്ങനെ ആ വിഷയത്തിലേക്ക്, ആ ക്ഷണത്തിലേക്ക്, പാർട്ടിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോൾ ഉബയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അപ്പോൾ അവിടെ വെച്ച് ചോദിച്ചു, ഇയാൾ ആരോ അങ്ങോട്ട് ക്ഷണിച്ചത്? ഇയാൾ എന്തിനൂടെ വന്നു? ഇയാൾ പാർട്ടിക്കാരനോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തട്ടിക്കയറി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ ക്ഷണിച്ചിട്ട് വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നമ്മുടെ അയൽവാസിയാണ്, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉത്തുബത്ത് അവനും കൊടിയ ശത്രുവായിരുന്നു.
അപ്പം തന്നെ അവർ നിഷേധിയാവുകയും ചെയ്തു. സൂറത്ത് അൽ ഫുർഖാനിൽ അതിനെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്തുകളുണ്ട്. അത് സമയമില്ലാത്തവർ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ആ ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് പരിശുദ്ധമായ പ്രവാചകന്റെ മുഖത്തേക്ക് കാർപ്പിച്ച് തുപ്പുകയും പെരടയ്ക്ക് ചവിട്ടുകയും ചെയ്ത് കണ്ണീരോടെ ഇറക്കി വിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു ഇദ്ദേഹത്തിൻ്റെ അവസാനത്തിന് വേണ്ടി. പ്രവാചകൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവമായിരുന്നു. ആ വ്യക്തിനെ ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊന്നു. അതിന് ഒരുപാട് ചരിത്രത്തിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരാളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് കൊന്നത്. ഇത് ഈ ഉബൈനെ മാത്രമാണ്. ഉബൈ ഇങ്ങനെ ഇത്രയും വളരെ വളരെ വേദനാജനകമായ പീഡനങ്ങൾ പ്രവാചകനെ വിധിച്ചിട്ടുണ്ട്. ബാക്കി മറ്റുള്ള ആകപ്പാടെ കൊന്നിരിക്കുന്നത് 756 പേര്. എത്രയാണ് യുദ്ധങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ടത്, യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാം യുദ്ധത്തിൻ്റെ മതമല്ല. ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമാണ്. മക്കയിൽ 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്തു. കൂട്ടമായി ഇസ്ലാമിലേക്ക് ഒറ്റയും തെറ്റയായിട്ട് വന്നുകൊണ്ടിരുന്നു. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? പ്രവാചകന്റെ ശാന്തി, പ്രവാചകന്റെ സമാധാനം, പ്രവാചകന്റെ സ്നേഹം, പ്രവാചകൻ വിശ്വസിച്ച സഹാബികളോടൊക്കെ സ്നേഹവും ശാന്തിയും സമാധാനം കൊണ്ട് മക്കയിൽ 13 കൊല്ലം പിടിച്ചു നിന്നു. പിന്നീട് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, എന്താ, ആരെയും ഇസ്ലാം എന്ന് പറയുന്നത് വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമേമല്ല. നബിയെ, നിങ്ങൾ സത്യം വിളിച്ചു പറയുക, ഓരോരുത്തരോടും വിളിച്ച് സത്യം പറയുക. വഹി കിട്ടിയ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫാ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഫന്ദർ അശിറത്തക്കൽ അക്രബി, നിങ്ങൾ അടുത്ത കുടുംബങ്ങളെ വിളിച്ച് നബിയെ നിങ്ങൾ ഉപദേശിക്കുമെന്ന് സൂറത്ത് ഇസ്രായിൽ കാണുമ്പോൾ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലയുടെ മുകളിൽ കയറിക്കൊണ്ട് ഓരോ കുടുംബനാഥന്മാരെയും പേര് കൂട്ടി വിളിച്ചു. അപ്പോൾ അവരെല്ലാവരും ഓടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലയുടെ മുകളിൽ നിൽക്കുന്നു. തൻ്റെ കുടുംബങ്ങളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ പോകുന്നതെന്ന് വളരെ കാതോർത്ത് നിൽക്കുകയാണ്. പ്രവാചകൻ അൽ അമീനാണ്, സത്യം മാത്രമേ പറയുള്ളൂ, സത്യസന്ധനാണ്. പ്രവാചകൻ വിളിച്ച എല്ലാവരും വരും. എല്ലാവരും വന്നു. വഹീന്റെ തുടക്കമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മലയുടെ പിൻഭാഗത്ത് വലിയതായ ശത്രു സൈന്യം നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങൾ വിശ്വസിക്കും, നീ അൽ അമീനാണ്, ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നീലക്കും നദീറും മുബീൻ, സൂറത്ത് ഇസ്രായിൽ തന്നെ, നിങ്ങൾക്ക് ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരനാണ് എന്ന് വെച്ചാൽ ഏകദൈവത്തിലേക്ക് വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതിനെ എതിർത്തു. അലിഹാദ ജമ്മത്തിന, അബൂ ലഹബ് മുന്നിട്ടിറങ്ങി. അലിഹാദ ജമ്മത്തിന, ഇത് പറയാനാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് ചോദിച്ചു. നബിയെ ശകാരിച്ചു. അങ്ങനെയാണ് തബ്ബത്ത് എന്നുള്ള അധ്യായം പറഞ്ഞത്. അബൂലാബിന്റെ 2 കൈകൾ നശിക്കട്ടെ. അബൂലാബിന് അവന്റെ ഭാര്യയ്ക്കുള്ള ശാപപ്രാർത്ഥന, അത് നമ്മൾ ആ സൂറത്ത് ഓതുമ്പോഴൊക്കെ ആ ശാപപ്രാർത്ഥന അബൂലാബിന് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബദർ യുദ്ധത്തിൽ 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്ന 7 ശത്രുക്കളിൽ 6 ആളും ബദർ യുദ്ധത്തിൽ ഷഹീദായി. പക്ഷെ അബൂലാബ് അങ്ങനെയല്ല മരിച്ചത്. അബൂലാബിന് മാരകമായ രോഗം പിടിപെട്ടിട്ട് പ്രവാചകനെ കുറെ ഉപദ്രവിച്ച ആളാണ് അബൂലഹബ്. അവന്റെ ഭാര്യ മാരകമായ രോഗം പിടിപെട്ട് വീട്ടിൽ നിന്നൊക്കെ അട്ടിവിട്ട് നോക്കാൻ ആളില്ലാതെ വഴിയിൽ കടന്ന് നാരി ചീഞ്ഞ് മരിച്ചു എന്നൊക്കെയാണ് ചരിത്രം. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാം തുടക്കം ഇതാണ്: സത്യം പറയുക, വേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർ വിശ്വസിക്കണ്ട. ഒരിക്കൽ മക്കയിലെ മുശ്രിക്കുകളൊക്കെ വന്നിട്ട് ഒരു മധ്യസ്ഥം വഹിച്ചു. എന്തായിരുന്നു മധ്യസ്ഥം? കൂട്ടമായി ഇസ്ലാമിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾക്ക് എത്ര തടഞ്ഞിരിക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഈ സമയത്ത് അബൂ താലിബിൻ്റെ അടുത്ത് ചെന്നു. അബൂ സുഫിയാനൊക്കെ പഴയപ്പെട്ടിട്ട് ഈ പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടി പറയാം. അങ്ങനെ അവർ ചെന്നിട്ട് പറഞ്ഞു, നമ്മൾക്ക് ഈ പ്രവർത്തനങ്ങൾ ഇനി തൽക്കാലം നിർത്തിവെക്കണം. താങ്കൾക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അത് ചെയ്ത്. അധികാരം വേണോ? അധികാരം തരാം. സമ്പത്ത് വേണോ? സമ്പത്ത് തരാം. അല്ല, കല്യാണം കഴിക്കാനോ? അതെന്താ ഏത് സുന്ദരിയായ പെണ്ണിനാണ് കഴിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ വലത് കയ്യിൽ സൂര്യനെയും ഇടത് കയ്യിൽ ചന്ദ്രനെയും തന്നാലും ഞാൻ ഈ പ്രവൃത്തി നിർത്തുകയില്ല. അപ്പൊ പിന്നെ അവർ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, 1 വർഷം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും ആരാധിക്കുക. അതാണ് ഇന്നത്തെ സംഘികൾ ഇപ്പോഴും പറയുന്നതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് നമ്മുടെ വിശ്വാസപ്രകാരം നടക്കുക, പക്ഷേ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും നമ്മൾ അംഗീകരിച്ചാൽ മതിയെന്നില്ലാണ്. ആ പറച്ചിൽ തന്നെയാണ് ഈ വർത്താനം തന്നെയാണ് അന്നും പറഞ്ഞത്. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഒരു കൊല്ലം നിന്റെ ഏകദൈവത്തിൽ ആരാധിക്കുക. അങ്ങനെ ഇത് വന്നു. അപ്പോഴാണ് കുലിയായുൽ കാഫിറൂൻ എന്ന സൂറത്ത് ഇറങ്ങിയത്. കുലിയായുൽ കാഫിറൂൻ, സത്യനിഷേധികളെ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ,
പരിശുദ്ധ ഖുർആൻ ഈ മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് നിങ്ങൾ നമുക്ക് സംയുക്തമായിട്ട് ആരാധനയോട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. കുല്യായുൽ കാഫിറൂൻ, സത്യനിഷേധികളെ, ലാ അബ്ദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവരെ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഞാൻ ആരാധിക്കുകയില്ല. വലാ അന്തും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കണ്ട. വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ഇതുവരെ ആരാധിച്ചു പോന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. വലാ അന്തും ആബിദൂന മാ അഅ്ബുദു, നിങ്ങൾ ആരാധിക്കുന്നതിനെ, ആരാധിക്കുന്നവരെ, ദൈവങ്ങളെ ഞാനും എൻ്റെ ആൾക്കാരും ആരാധിക്കും. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും ആചാരങ്ങളും, ഞങ്ങൾക്ക് വലിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആചാരങ്ങളും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ തന്നെ വീണ്ടും പറയുന്നുണ്ട്, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും ബലാത്കാരമില്ല. ഒരിക്കലും വാളുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് യുദ്ധങ്ങളൊക്കെ ഉണ്ടായത്? ഇതൊക്കെ ഇങ്ങോട്ട് എതിർക്കാൻ വന്നപ്പോൾ, ഞാൻ പതറിന്റെ കുറച്ച് ചരിത്രം കൊണ്ട് അവസാനിപ്പിക്കുക, ഇങ്ങോട്ട് എതിർക്കാൻ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും ബലാത്കാരമില്ല. കത്തബയ്യന റുശ്ദുമിനൽ ഗയ്, സന്മാർഗവും ദുർമാർഗവും വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുക. ഇന്ന വഴിക്ക് പോയാൽ ഇന്നോടത്തേക്ക് എത്തും, ഇന്ന വഴിക്ക് പോയാൽ ഇന്നോടത്തേക്ക് എത്തും. സത്യമാർഗവും അസത്യമാർഗവും ധർമ്മവും നീതിയും പറഞ്ഞ് കത്തബയ്യന റുശ്ദ് വ്യക്തമായി കൊടുക്കുക. ഫമൻ യക്ഫുർ ബി താഗൂത്ത്, ഒരുത്തൻ താഗൂത്തിനെ വെടിഞ്ഞാൽ, ദുർമൂർത്തികളെ, ബഹുദൈവ വിശ്വാസങ്ങളെ, പൈശാചികത്തെ ഒരുത്തൻ നിഷേധിക്കുകയും വയുമിനു ബില്ലാ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിറുവത്തിൽ വുസ്ക, അവൻ പിടിച്ചിരിക്കുന്നത്, അവൻ അവലംബമാക്കിയിരിക്കുന്ന നല്ല ബലമുള്ള ഒരു കയറാണ്. ഫഅ്തസിമൂ ബിഹബ്ലില്ലാഹി ഖുർആൻ പറഞ്ഞത്, അത് പരിശുദ്ധ ഖുർആൻ, അതാണ് അവൻ ബലമായി പിടിച്ചിരിക്കുന്നത്. ലാ ഇൻഫിസാം, അതിന് ഒരിക്കലും തന്നെ പൊട്ടി വീഴുകയില്ല. ഒരിക്കലും ബലാത്കാരമായിട്ട് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല. ഒക്കെ സാധ്യത. ഇനി ഒന്നുകൂടി ആവത്തു വെച്ചത് പക്ഷേ ഖുർആൻ അല്ലാഹു തആല പറയുന്നു 6-ാമത്തെ അധ്യായത്തിൽ, അതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഒന്ന് മനസ്സിലായി, ഇസ്ലാം വാഴ കൊണ്ട് പ്രചരിപ്പിച്ചതല്ല. ഇസ്ലാം ഒരിക്കലും തന്നെ മറ്റു മതക്കാരെ കുറ്റം പറയാൻ പാടില്ല, അവരാരാധിക്കുന്ന ദൈവങ്ങളെ പരിഹസിക്കാൻ പാടില്ല, അവരാരാധനയെ ചോദ്യം ചെയ്യാൻ പാടില്ല, അവർ വിമർശിക്കാൻ പാടില്ല. അത് സത്യവിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. വലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ല, പക്ഷേ ഖുർആൻ പറയുന്നു വലാ തസുബ്ബുല്ലദീന, നിങ്ങൾ ചീത്ത പറയരുത്. വലാ തസുബ്ബുല്ലദീന യദൂന മിൻ ദൂനില്ല, അല്ലാഹുവിനെ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെ ആരാധിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്ത്, നിങ്ങൾ ആരുടെയും ആയുർദയും എന്ന് പറഞ്ഞ് പരിഹസിക്കാനോ ചീത്ത പറയുവാനോ പാടില്ല. വളരെ അപ്പം അവർ ഇങ്ങോട്ടും പറയും. അപ്പം അതുകൊണ്ട് അവരാരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ പരിഹസിക്കുവാനോ പുച്ഛിക്കുവാനോ ചീത്ത പറയാനോ നമുക്ക് പറയാൻ പാടില്ല. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടും പറയുമ്പോൾ പ്രശ്നം ഉണ്ടാകും. അങ്ങനെ പ്രശ്നം ഇല്ലാതിരിക്കാനാണ് ഇസ്ലാം മതം പറയുന്നത്. അപ്പോൾ അത് അവിടെ അവസാനിച്ചു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോണ സംഭവം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മക്കയിൽ യാതൊരു രക്ഷയുമില്ലായിട്ടാണ് മദീനയിലേക്ക് പോകുന്നത്. ഹിജ്റ 18-ാമത്തെ ഹിജ്റ വന്നതിന് 2-ാം വർഷമാണ് പിന്നീട് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലുണ്ടായിരുന്ന അൻസാരികൾ, അവിടത്തുണ്ടാകുന്ന സഹാബികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു. അവർ കഴിഞ്ഞിട്ട് സ്വീകരിച്ചു, സൗകര്യം ചെയ്തു കൊടുത്തു. മദീനയിൽ ഇസ്ലാം മതം വളരുന്നത് കണ്ടു. ഇത് കണ്ട് മക്കയിലുണ്ടായിരുന്ന ആ 7-അംഗ സംഘത്തിന് അവർക്ക് സഹിക്കാതെ വന്നു. അവർ എല്ലാ നിലക്കും യുദ്ധം ചെയ്യാൻ തന്നെ, ഉപദ്രവിക്കാൻ തന്നെ മദീനയിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും ഉപദ്രവിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് അവർ പ്രത്യേകമായ ഒരു സാമ്പത്തിക ഫണ്ട് സ്വീകരിക്കുക. സിറിയയിലേക്ക് ഒരു കച്ചവട സംഘം. എന്തിനാണ് ഈ കിട്ടുന്ന ലാഭ പൈസ മക്കത്ത് പോയിട്ട് മുഹമ്മദിനെയും അനുയായികളെയും യുദ്ധം ചെയ്തിട്ട് എങ്ങനെ നശിപ്പിക്കാൻ പറ്റുക, അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു തീരുമാനമെടുത്ത് അവർ ആ കച്ചവട സംഘവുമായിട്ട് അബൂ സുഫിയാനും കൂട്ടരും സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഈ വിവരം അറിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത മുഹാജിറുകൾ, അവരെ അധ്വാനിച്ചുണ്ടാക്കിയ കഷ്ടപ്പെട്ട് സമ്പാദിച്ച വീടുകളും അവരുടെ സമ്പത്തും എല്ലാം തന്നെ ത്യജിച്ചു കൊണ്ടാണ് മദീനയിലേക്ക് പോകുന്നത്. അവർക്ക് ആർക്കും ഒന്നുമില്ല. മദീനയിലുള്ള അൻസാരികൾ ഓരോരുത്തരുടെ വീട്ടിലേക്ക് ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെ അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ അവരെ സഹായിക്കാൻ എല്ലാവരും സഹായങ്ങളും അവർ ചെയ്തിരുന്നു. അപ്പോൾ ഇവർ ഈ തിരിച്ചു വരവിൽ അല്ലാഹു തആല ഖുർആൻ തന്നെ അത് അവർക്ക് ഹലാലായി കൊടുത്തു. അവരെ തടഞ്ഞു നിർത്തിയിട്ട്
ഞങ്ങളെ സ്വത്തും സമ്പത്തുകളൊക്കെ നിങ്ങൾ പിടിച്ചു പറ്റിയതും അവർ ആ കച്ചവട സംഘത്തെ തടഞ്ഞ് എന്തെങ്കിലും അതിൽ നിന്ന് പിടിച്ചു വാങ്ങാം എന്നുള്ള ഒരു ഹലാലായ രൂപത്തിലുള്ള ഒരു ചെറിയ ഒരു തീരുമാനമായിരുന്നു നബിക്കും സഹാബത്തിനും ഉണ്ടായിരുന്നത്. ഈ വിവരം അബൂ സുഫിയാൻ അറിഞ്ഞു. അബൂ സുഫിയാൻ മക്കയിലേക്ക് വിവരം കൊടുത്തു. ഇത് ഞങ്ങളെ തടയുവാൻ വേണ്ടി, ഞങ്ങളെ കച്ചവട സംഘമൊക്കെ പിടിച്ചടക്കാൻ വേണ്ടി മുഹമ്മദും കൂട്ടർ ഒരുങ്ങി വരുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അന്ന് ആദ്യം വന്നത് 150ഓളം മുഹാജിറുകൾ മാത്രമാണ്. കാരണം മുഹാജിറുകൾക്ക് മാത്രമാണല്ലോ സ്വത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത്, മറ്റത് അൻസാരികൾക്ക് ഇല്ലല്ലോ. അപ്പം അതിൽ നിന്ന് അബൂ സുഫിയാൻ വേറെ വഴിക്ക് പോയി. പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ നേരിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നുണ്ടായില്ല, നേരിടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അബൂ സുഫിയാനും അവരും വേറെ വഴിക്ക് തിരിച്ചുപോയി. പിന്നീട് അബൂജഹലും ഉത്തുബത്തും ഷൈബും അവിടുത്തെ കേങ്ങന്മാരൊക്കെ പാടെ ഒരിക്കലും തന്നെ തിരിച്ചു പോകണ പ്രശ്നമില്ല, നമ്മുടെ സംഘം, നമ്മുടെ ആൾക്കാരെ മുഹമ്മദും അതുപോലെ അനുയായികളും തടയാൻ, യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ നല്ലതായ ശക്തമായ മുന്നൊരുക്കത്തോടു കൂടിയിട്ടാണ് അവർ ബദറിലേക്ക് പുറപ്പെട്ടത്. അവിടെ ശത്രു സൈന്യം 3000ഓളം ആൾക്കാരുണ്ടായിരുന്നു. 3000 സേനകളും അതുപോലെ തന്നെ ഒട്ടകങ്ങൾ 3000 കാലാൾപ്പടകളും അതുപോലെ പിന്നെ 100 കുതിരകളും 700 ഒട്ടകങ്ങളും കൂടിയിട്ടാണ് മുശ്രിക്കുകൾ പുറപ്പെട്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ആകെ 313 സഹാബികളും 3 കുതിരകളും അതുപോലെ തന്നെ 5-6 ഒട്ടകങ്ങളും മാത്രം ഉണ്ടെന്ന അഭിപ്രായമാണ് പറയുന്നത്. ഇങ്ങനെ പോന്നിട്ട് വന്ന വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിയോട് അന്വേഷിച്ചു, കച്ചവട സംഘം തിരിച്ചു പോയിട്ടുണ്ട്, അപ്പോൾ സഹാബികൾക്ക് തിരിച്ചു പോകണം തന്നെയായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ട്, തിരിച്ചു പോരാതെ ശത്രുക്കളെയൊക്കെ നേരിട്ട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി സത്യം, ധർമ്മം, തൗഹീദ് വിജയിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു. അങ്ങനെ ഇവരുടെ അന്വേഷിച്ചപ്പോൾ പലരും പലരും പല അഭിപ്രായങ്ങളാണ്. അവസാനമായിട്ട് മൂസാ നബി തന്നെ ജൂതന്മാരുടെ ഒരു യുദ്ധത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൂസാ നബിയുടെ ജൂതന്മാർ ഞങ്ങൾ മൂസാ നബി പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും തന്നെ പറയുകയല്ല നബിയെ, നിങ്ങൾ എന്താണോ പറയുന്നത് അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, യുദ്ധം ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. അപ്പം വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത്, 313 പേരുള്ളത്. അതുപോലെ തന്നെ ഒട്ടകങ്ങളും കുതിരകളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നു. ശത്രുക്കളാവട്ടെ എണ്ണത്തിലും വണ്ണത്തിലും എല്ലാം കൊണ്ടും വളരെയധികം ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് തൗഹീദ് മാത്രമായിരുന്നു. പ്രവാചകന്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് അവരുടെ ക്യാമ്പടിച്ചു. ശത്രുക്കൾ മറ്റൊരു ഭാഗത്തും വന്ന് ക്യാമ്പടിച്ചു. അങ്ങനെ എത്ര ഉണ്ട് എന്ന് കാണാൻ അവർക്ക് കഴിയുകയില്ല. അപ്പോൾ അല്ലാഹു തആല അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തു. നേരിട്ട് കണ്ടിരുന്നെങ്കിൽ, നിങ്ങൾ ആ സൈന്യത്തെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ അവർക്ക് ഭയമുണ്ടാവും. അപ്പം എങ്ങനെ കാണിച്ചു കൊടുത്തത്? ഇത് ഇരിക്കുമുല്ലാഹു ഫീ മനാമിക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുദ്ധം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായതുകൊണ്ട് ഒരു സ്വപ്നം കാണിച്ചു. ഖുർആനിൽ പറയുന്നു, ഇത് ഇരിക്കുമുല്ലാഹു ഫീ മനാമിക്ക, നിങ്ങൾക്ക് ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കാണിച്ചു തന്നു. എന്താ കാണിച്ചത്? ഖലീലൻ, വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ, അവർ പേടിക്കണ്ട. ഇവർ 313, മറ്റേത് 950 ആണ് കേട്ടോ. വലു അറാക്കും കസീറ, അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ യഥാർത്ഥ തനി രൂപം കാണാൻ കണ്ടിരുന്നെങ്കിൽ ഫസൽത്തും തനാസത്തു, അപ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടാവും, പേടിയുണ്ടാവും. ഇത്രയും വലിയ ഒരു സൈന്യത്തെ നമുക്ക് നേരിടുവാൻ നമുക്ക് കഴിവുണ്ടായിരിക്കില്ല എന്ന് അവർക്ക് ബേജാറും പേടിയും ഉണ്ടായിരിക്കും. അങ്ങനെ അത് കാണിച്ചു കൊടുത്തത് സ്വപ്നത്തിൽ അങ്ങനെ കാണിച്ചു കൊടുത്തു. പക്ഷെ അത് നേരിടേണ്ടി വന്നത് വലിയതായ ഒരു സൈന്യത്തെ തന്നെ അവർ നേരിടേണ്ടി വന്നു. അങ്ങനെ യുദ്ധം തുടങ്ങാൻ ദിവസങ്ങൾ കണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒരു സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്താണ്. അപ്പോൾ അല്ലാഹു തആല ഇവർക്ക് സൗകര്യത്തിന് വേണ്ടി സത്യവിശ്വാസികൾക്ക് അനുകൂലമായിട്ടും സത്യനിഷേധികൾക്ക് അതുകൊണ്ട് നെഗറ്റീവായിട്ടുണ്ട് ഒരു മഴ പെയ്യുന്ന ഭയങ്കരമായൊരു മഴ. വമ്പുറ്റ ഹംസാർ അലി അല്ലാതിൻ്റെ കോഴിക്കുട്ടി വൈദ്യർ പറയുന്നതാണ്, ആ കഥ പാട്ട് പാടുന്നതാണ്. അങ്ങനെ ആയപ്പോൾ അവർക്ക് ചതുപ്പ് നിലമാണ്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് വന്നു. വെള്ളം ഒഴിയും കൊണ്ടും അവിടെ വിഷമമായി. നബിക്കും സഹാബത്തിനും ആവട്ടെ അവർക്ക് വെള്ളം ശേഖരിച്ചു വെക്കാൻ അവിടെ ഒരു ഹൗദ് അവിടെ ഉണ്ടാക്കി വെള്ളം ശേഖരിച്ചു വെച്ചു. അപ്പോൾ അവർക്ക് വെള്ളം കിട്ടാനും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്നു. ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് യുദ്ധത്തിന് പോകേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഫായിട്ട് അണികളെയൊക്കെ നിർത്തുകയാണ്. ഓരോരുത്തർക്ക് സഫായി നിൽക്കുമ്പോൾ
സലമാ തങ്ങൾ തൻ്റെ കയ്യിലുള്ള ഒരു ഈത്തപ്പനയുടെ മടൽ കൊണ്ട് ഒരടിയടിച്ചിട്ട് ശരിക്കും നിൽക്കാൻ പറഞ്ഞു. ചരിത്രം പറയുന്നത് മനസ്സിലാക്കി വെക്കണം. അങ്ങനെ സവാദുല്ലാഹു ശരിക്കും നിന്നു. സവാദുല്ലാഹു പറഞ്ഞു, നിങ്ങളെ അള്ളാഹു തആല നിയോഗിച്ചിരിക്കുന്നു ഞങ്ങളെ തച്ച് വേദനിപ്പിക്കാനാണോ? അവിടെ കൂടി എല്ലാ സഹാബത്തും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. സവാദിന്റെ വാലിൽ അങ്ങനെ ഒരു വാക്ക് വന്നുകൊണ്ട്. അപ്പോൾ സലമാ തങ്ങൾ പറഞ്ഞു, ഇതിനെന്താണ് ചെയ്യേണ്ടത്? എനിക്ക് നിങ്ങളെയും അതേപോലെ അടിക്കണം. സലമാ തങ്ങൾ തൻ്റെ കയ്യിലുള്ള വടി കൊടുത്തു. എന്നാൽ നിങ്ങൾ എന്നെ അടിച്ച് പരിഹാരം പറ്റിക്കോളൂ. എൻ്റെ ദേഹത്ത് വസ്ത്രമില്ല, നിങ്ങളുടെ ദേഹത്ത് വസ്ത്രമുണ്ട്. ആ വസ്ത്രം ഒഴിച്ചിട്ട് എനിക്ക് നിങ്ങളെ അടിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ വസ്ത്രം അഴിച്ചു കൊടുത്തു. സവാദ് വന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ഞാൻ യുദ്ധത്തിൽ ഷഹീദാവുകയാണെങ്കിൽ എൻ്റെ ശരീരവും പ്രവാചകരെ അങ്ങയുടെ ശരീരവും തമ്മിൽ കെട്ടിപ്പുണരണമെന്ന് ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചൊരു ആഗ്രഹം നിറവേറ്റാനാണ് ഞാൻ ചെയ്തത്. സഹാബികൾ എല്ലാവരും തന്നെ ഒറ്റ അക്ഷരാർത്ഥത്തിൽ പൊട്ടിക്കരഞ്ഞു പോയി. 313 പേരാണ് 1000 ആളെ നേടി നേരിടാൻ പോകുന്നത്. അങ്ങനെ സലമാ തങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് തലേന്ന ഇന്ന് നമുക്ക് പോയാൽ കാണാൻ പോകുന്നത് മസ്ജിദുൽ അരീഷ് എന്നൊരു പള്ളി അവിടെയുണ്ട്. അരീഷ് എന്ന് പറഞ്ഞ ശരിക്ക് പന്തൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സഹാബി അബ്ദുല്ലാഹി മസൂദ് പറഞ്ഞു, നബി ഞാനൊരു പന്തൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കിത്തരാം, വിശ്രമിക്കാലോ എന്നാണ്. സലമാ തങ്ങൾ അതിൽ വിശ്രമിക്കുന്നു. രാത്രി സമയത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാ ഹയ്യും യാ കയ്യൂം, യാ ഹയ്യും യാ കയ്യൂം എന്നുള്ള പ്രാർത്ഥന സലമാ തങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അൻസിലി മാ വഅദ്തനി, അല്ലാഹുവേ നീ എന്നോട് ചെയ്ത വാഗ്ദാനം എനിക്ക് നീ പൂർത്തിയാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, എനിക്ക് സഹായം ചെയ്തു തരണേ തമ്പുരാനെ. അല്ലാഹുലിക്ക് ഹാദിൽ ഉസ്ബത്ത, ഈ ചെറിയ സംഘം അതാണ് സുജൂദിലാണ്ടുകൊണ്ട് സലമാ തങ്ങൾ സുജൂദിലാണ്ടുകൊണ്ട് നോക്കുമ്പോൾ വലിയതായ ഒരു ശത്രു സൈന്യത്താണ് നേരിടാൻ പോകുന്നത്. ഇവിടെ വളരെ ചെറുത് മാത്രമാണ്. ഈ യുദ്ധം തൗഹീദും ശിർക്കുമുള്ള യുദ്ധമാണ്. സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമാണ്. മേൽക്കോയ്മ സ്ഥാപിക്കാനല്ല, ശക്തി തെളിയിക്കാനല്ല, മറ്റൊരു നശിപ്പിക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾ സത്യത്തിന്റെ ആൾക്കാരാണ്. അവർക്ക് മദീനയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്താനാണ് പോകുന്നത്. മക്കയിൽ നിന്ന് എല്ലാം ത്യജിച്ച് മദീനയിലേക്ക് വന്നപ്പോൾ അവിടെയും സ്വൈരം കൊടുക്കാതെ അവിടെ വന്നിട്ട് ഉപദ്രവിക്കാനും കൊലപ്പെടുത്താനും പറഞ്ഞ ശത്രുക്കൾ വന്നിരിക്കുന്നത്. അവിടെ സലമാ തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹു ഈ ചെറിയ സംഘത്തെ ഇവിടെ വെച്ച് നശിച്ചാൽ, അന്നാണ് നശിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് ആർക്കും തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനത്തതായ ഒരു യുദ്ധമാണ് ബദർ കേട്ടോ. അങ്ങനെ അള്ളാഹു തആല സലമാ തങ്ങൾ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ പടച്ച തമ്പുരാൻ ഈ ചെറു സംഘം ഇവിടെ നശിച്ചു പോയാൽ പിന്നെ ഇസ്ലാമിൻ്റെ ആൾക്കാർ ഇവിടെ നശിപ്പിച്ചു പോയാൽ തനിക്ക് സുജൂദ് ചെയ്യുവാനും താൻ ആരാധിക്കുവാനും ഇവിടെ ഒരൊറ്റൊന്നും ആരും ഉണ്ടാവുകയില്ല എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സലമാ തങ്ങളുടെ തട്ടം തോളിന്ന് വീണപ്പോൾ അബൂബക്കർ തോളിട്ട് കൊടുത്തിട്ട് കുട്ടി പറഞ്ഞു, പ്രവാചകരെ അങ്ങ് കരയേണ്ടതില്ല, അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും, നമ്മുടെ ഈ യുദ്ധത്തിൽ വിജയിക്കും, ഒരിക്കലും അങ്ങ് ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും പരിശുദ്ധമായ ആയത്തിറങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് സലമാ തങ്ങളോട് പറഞ്ഞു, ഇത് തസ്തഈസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് സഹായം തേടുന്നു. നിങ്ങൾ സഹായം തേടുകയാണ്. എന്താണ് സഹായം തേടുന്നത്? ഇവിടെ അള്ളാഹുവിനെ സുജൂദ് ചെയ്യണം, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിനോട് സഹായം തേടുവാൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ. ഈ കൊച്ചു സംഘം ഈ 313 ആളുകളെ വെച്ച് ഇല്ലാതായി പോയാൽ ലോകത്ത് ഇനി ഈ തൗഹീദ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് സലമാ തങ്ങൾ പ്രാർത്ഥിച്ചു. ഇത് തസ്തഈസുന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് സഹായം തേടി, ഫസ്തജാബ ലക്കും, നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത്, എന്താണോ സഹായം തേടിയത്, അതിന് അല്ലാഹു തആല ഉത്തരം നൽകിയിരിക്കുന്നു. ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അന്നീ മുമിത്തുക്കും ബിഅൽഫി മിനൽ മലായികത്തി, നിങ്ങളെ 313 പേരല്ല, രണാങ്കണത്തിൽ ആയിരക്കണക്കിൽ മലായികത്തുകളെ അള്ളാഹു തുടരെ കുറേശ്ശെ ഇറക്കി കൊടുത്തു. നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു, ഒരു തെത്തുമൈനെ കുരുപോക്കുന്നു മനസമാധാനം. അപ്പോൾ ഭയമില്ല, അള്ളാഹുവിന്റെ സഹായം എന്ന് ഡിക്ലർ ചെയ്ത് കഴിഞ്ഞു. സമയത്ത് ആദ്യമായിട്ട് ഈ ജലത്തിന്റെ കാര്യത്തിനാണ് അവർ വന്നത്. വെള്ളത്തിന് വാട്ടിൽ പറയുന്നുണ്ടല്ലോ, ആ അള്ളാഹുവിനു വളരെ ധൈര്യത്തിൽ വർഷത്തിൽ അസ്വദ് എന്ന് പറയുന്ന ഒരു മുശ്രിക്ക് അവരോട് പറഞ്ഞു, ഞാൻ മുഹമ്മദിന്റെയും കൂട്ടരുടെയും ഹൗദിൽ പോയിട്ട് ഒന്നുകിൽ
ഞാൻ വെള്ളം എടുത്തുകൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ ആ ജലാശയം, ആ തൊട്ടി, ആ ഹൗദിനെ ഞാൻ നശിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിക്കും. ഈ 3 കരാർ ചെയ്തിട്ട് അസ്വദ് വരികയാണ്. നേരിട്ട് വന്നു, വെല്ലുവിളിച്ചു. നബിയെയും സഹാബത്തിനെയും അവർ വെല്ലുവിളിച്ചു കൊണ്ട് പറഞ്ഞു. ആ സമയത്ത് നേരിട്ടത് ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. അങ്ങനെ പിന്നെ ദ്വന്ദ്വ യുദ്ധം തുടങ്ങി. അങ്ങനെ യുദ്ധം രണാങ്കണത്തിലേക്ക് കൊടുമ്പിൽ കൊള്ളുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഖൂമൂഇലൽ ജന്ന, അർളു സമാവാത്തി പറഞ്ഞത്. ആ സ്വർഗത്തെ കുറിച്ച് നമ്മളും കേൾക്കാൻ തുടങ്ങിയിട്ട് കാര്യം എത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഖൂമു, നിങ്ങൾ നിൽക്കുക, എഴുന്നേൽക്കുക, ഇല ജന്ന, സ്വർഗം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ യുദ്ധത്തിന് പോകാൻ വേണ്ട പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ സാരിയൂല മഅഫിറത്തിൻ റബ്ബിക്കും, അള്ളാഹുവിൻ്റെ ഭാഗത്തിലേക്കുള്ള പാപമോചനത്തിനും സ്വർഗം ലഭിക്കുവാനും വേണ്ടി പോകുക. കഠിനമായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന സഹാബി ഒരു പാത്രത്തിൽ ഒരു കാരക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വർഗം കാണുന്നു, വഖൂമുൽ ജന്ന, സ്വർഗത്തിലേക്കൂടെ നിങ്ങൾ പോവുക, നിങ്ങൾ ഷഹീദായ സ്വർഗമാണ്. ഈ സഹാബിച്ചു പറഞ്ഞു, ബഹ് ബഹ് യാ റസൂലല്ലാഹ്. അറബികൾ പറയുന്ന ഒരു പ്രയോഗമാണ്. ബഹ് ബഹ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഗുഡ് എന്നുള്ള അർത്ഥമാണ്. ബഹ് ബഹ്. അങ്ങനെ ഈ സഹാബി ഈ കാരക്ക തിന്നുന്ന സമയം പോലും ഞാൻ ഇനി ജീവിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? എടുത്തു ചാടി വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വബിശ്റുല്ല, അള്ളാഹു നമുക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട്. കന്നി അൻദുറു ഇലാ ഇലൽ ജന്ന, ഞാൻ ഇതാ സ്വർഗം കാണുന്നു. ഇലാ മസാലിൽ ഖൗം, ഇലാ മസാലിൽ കുഫാർ, ഓരോ ശത്രുക്കളും അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ലബീദും ഇവിടെ ഓരോ ഭാഗത്തും മരിച്ചു വീഴുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഹദീസിൽ പറയുന്നു, ഇലാ അൻദുറു ഇലാ മസാലിൽ ഖൗം അന്നൽ ഹർബ ലാ ബുദ്ദ ഹസ്രത്തും, യുദ്ധം ജയിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഘോരമായ യുദ്ധം തുടർന്നു. ആ യുദ്ധത്തിൽ ശത്രുവശത്തിൽ നിന്ന് ഒരാള് വന്നിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നിങ്ങളെ ഇത്രയും സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലയം ചെയ്യാണ്. ഇത്രയും സ്നേഹിക്കാനുള്ള കാരണം എന്താണ്? ഇവർക്ക് മരണത്തെ പേടി മരിച്ചാൽ സ്വർഗം ലഭിക്കും, അതിലാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് ആ ഒരു ശത്രുവായി വന്ന ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വെച്ച്, ചരിത്രത്തിൽ ഹദീസിലൊക്കെ കണ്ടിട്ടോ, അങ്ങനത്തെ ഒരു വിശ്വാസമാണെങ്കിൽ ആ സ്വർഗം എനിക്കും വേണമെന്ന് പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്നക റസൂലുള്ളാഹ്, ഞാൻ നബിയെ, ഞാനിതാ സഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. ശത്രുവായി വന്നു, മിത്രവായിട്ട് ഒരു സുജൂദ് പോലും ചെയ്യാതെ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് സഹാബത്തിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു, അള്ളാഹുവിന് ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗത്തിലേക്ക് പോയ ആളെ നിങ്ങൾക്ക് കാണണം. ആരാണ് ഈ വ്യക്തി? എങ്ങനെ ഉണ്ടായത്? ശത്രു വന്നിട്ട് അവിടെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇങ്ങോട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്ത് രണാങ്കണത്തിൽ ഷഹീദായി. അങ്ങനെ അവിടെ ആ വ്യക്തികൾ ആ വ്യക്തി ഇസ്ലാമത്ത് സ്വീകരിച്ചു. അള്ളാഹു സുജൂദ് ചെയ്യാതെ പോലും അവർ സ്വർഗത്തിൽ പോയി. മൊത്തം 70 ബഹുദൈവ വിശ്വാസികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 70 പേരെ കൊല്ലപ്പെട്ടു. ആ 70 ഇസ്ലാമിന്റെ കഠിന ശത്രുക്കൾ ഞാൻ പറഞ്ഞില്ലേ, അബൂലഹബ് അല്ലാത്തവരൊക്കെ കൊല്ലപ്പെട്ടു. അബൂജഹലിനെ കൊന്നത് ഇബ്ന അഫ്റാൽ എന്ന് പറയുന്ന 2 മക്കൾ. അതാണ് യുവാക്കൾക്കുള്ള പ്രാധാന്യം. 2 യുവാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിനിടയിൽ ചോദിച്ചു, മാതാവ് അബൂജഹൽ എന്ത് സംഭവിച്ചു? അബൂജഹൽ ആരെങ്കിലും കണ്ടോ? അപ്പോൾ 2 മക്കൾ കണ്ടു. നബി, ഞങ്ങൾ കണ്ടു, ഞങ്ങളത് ശരിയാക്കിയിട്ടുണ്ട്. അബൂജഹലിനെ പിടിച്ച് പരത്തി കടത്തി നെഞ്ഞത്ത് കയറിയിരുന്നപ്പോൾ അബൂജഹൽ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഈ രണാങ്കണത്തിൽ നിങ്ങളുടെ ശത്രുക്കളിൽ വന്ന് ഏറ്റവും വലിയ ശത്രു ഞാനാണ് മുഹമ്മദ്, അതിനെ കൊല്ലാൻ ചെറുപ്പക്കാരായ 2 മക്കൾ എന്റെ തല നീട്ടി മുറിച്ചിട്ട് മുഹമ്മദിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുമ്പോഴേലും മുഹമ്മദ് പേടി എന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർ, 2 യുവാക്കൾ അങ്ങനെ ഇസ്ലാമിന്റെ കഠിന ശത്രുവായ അബൂജഹലിനെ പരാജയപ്പെട്ടു. മുസ്ലിങ്ങളിൽ നിന്ന് 14 പേര് ഷഹീദായി. ആ ഷഹീദായത് ആരൊക്കെയാണെന്ന് ബദറിൽ പോയാൽ നമുക്ക് മദീനത്തിന് 130 കിലോമുള്ള ആ ബദറിൽ പോയാൽ കാണാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ 13 സഹാബികളുടെ പേരും ബദർ രണങ്ങളൊക്കെ കാണാൻ കഴിയും. അങ്ങനെ പവിത്രമായ ഇസ്ലാമിൻ്റെ ആദ്യത്തെ യുദ്ധമാണ്
ബദറുൽ കുബ്ര എന്ന് പറയുന്ന യുദ്ധം. ഇത് പിന്നെ പെട്ടെന്നുണ്ടായ യുദ്ധമാണ് എങ്കിലും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് തൗഹീദിന് വേണ്ടിയിട്ട്, അത് നമ്മൾ ഉറച്ച വിശ്വാസം. അവരുടെ കയ്യിൽ എന്തായിരുന്നു? ഈമാനിക പരിവേഷം. വലാ തഹ്സനു വഅൻതുമുൽ-അഅ്ലൗന ഇൻ കുന്തും മുഅ്മിനീൻ. സത്യവിശ്വാസികളാണോ? നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട, ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ തന്നെയാണ് വിജയിക്കാൻ, എല്ലാ നിലക്കും വിജയിക്കുന്ന നിങ്ങൾ തന്നെയാണ്. അങ്ങനെ വിജയത്തിൻ്റെ പതാക ബദറിൽ മുസ്ലിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ആ യുദ്ധം നടന്നത് റംസാൻ 17-നാണ്. പ്രത്യേകം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? നോമ്പ് നിർബന്ധമാക്കിയത് ഹിജ്റ 2-ാം വർഷമാണ്. എല്ലാ ഇബാദത്തുകളും ഫിത്ർ സക്കാത്തൊക്കെ അപ്പോൾ 16 ദിവസവും നോമ്പ് നോറ്റ് ക്ഷീണിച്ച സഹാബികളാണ്. നമ്മളെപ്പോലെ വിഭവസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും അവർക്കില്ല. എന്തെങ്കിലും കുറച്ച് വെള്ളത്തിൽ കുറിച്ച് നോമ്പ് കുടിക്കുക. അതിന് 14 ദിവസം നോമ്പ് നോറ്റ 15-ാമത്തെ ദിവസമാണ് അന്നത്തെ നോമ്പ് അവർക്ക് നോൽക്കേണ്ടയില്ല. നോമ്പെന്ന് അള്ളാഹു തആല ഒഴിവാക്കി കൊടുത്തു. 14 നോമ്പ് നോറ്റ് ക്ഷീണിച്ച അവരുടെ ഈമാനിക പരിവേഷം കൊണ്ട് 950 1000-ഓളം വരുന്ന മക്കളുടെ മുഷീഖുകൾ പേടിച്ച് രണാങ്കണം വിട്ടു ഓടി വിജയത്തിന്റെ വെണ്ണിക്കുടി പറപ്പിച്ച് അവർക്ക് ഇസ്മലുമാശിത്വം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വദിരികളെ ശ്രേഷ്ഠം എന്താ വെച്ചാൽ അഫ്ദലുൽ മുസ്ലിമീൻ, മുസ്ലിമുകളെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠന്മാർ വദിരികളാണ്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് വൽ അഹ്യാഉ മിൻ റബ്ബിഹിം യുർസഖൂൻ. ആ യുദ്ധങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട ആ യുദ്ധം ചെയ്തവരെ ഒരിക്കലും നിങ്ങൾ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ ഫീ സബീലില്ലാ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ മരിച്ചു, അംബാത്തൻ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത്. അവർ വല്ലഹ്യാവും ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അള്ളാഹുവിന്റെ അടുത്ത് അവർ ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. തഫ്സീർ ബൈദായിലൊക്കെ പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവർ ജീവിക്കും. അവർ ഹയ്യാണ്, ശുഹദാക്കൾ ഹയ്യാണ്. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ സ്ഥാനങ്ങളുണ്ട്. അത് അവരെല്ലാ പാവങ്ങളും കൊടുത്തു. എന്നിട്ട് പണ്ട് മോശിക്കുന്നവർക്കുണ്ട് ഇഫലുമാശി, അവർക്ക് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാം. ആ ബദരിങ്ങളുടെ കൂട്ടത്തിൽ അവിടെ പോയി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖ്വല്ലാഹ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അപ്പോൾ 70 പേരെ ബന്ദികളായി പിടിച്ചു, 70 പേരെ കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് 14 പേര്. ഹിജ്റ 2-ാം വർഷം റമദാൻ 17-നാണ്. എന്തിനു വേണ്ടിയാണ് അവർ ഷഹീദായത്? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. കണ്ണമ്പബാവ സൂര്യയും മറ്റുള്ള മഠങ്ങൾ ബദിരീങ്ങളെ ബർക്കത്തുകൊണ്ട് കാക്കണം. ഈ ബദിരീങ്ങൾ ഷഹീദായ എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാൻ, അള്ളാഹുവിനോട് സഹായം കാണാൻ വേണ്ടി. ഇത് നമ്മളെന്താ ചെയ്യുന്നത്? ആ ദിവസം വരുമ്പോൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ബദരീങ്ങളോട് സഹായം തേടുകയും ചെയ്യുന്ന വേദനാജനകമായ രംഗമാണ് നമ്മളെ മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. എല്ലാ നിലക്കും നമ്മൾ അതിനെ എതിർക്കണം. മൻറഅമിൻകും മുൻകറൻ, ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഷഹീദായ അവരെ വിളിച്ചിട്ടാണ് നാളെ നമുക്ക് കാണാം. എവിടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലാ ഭാഗത്തും ഇതൊക്കെ കാണാം. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള തൗഹീദിന് വേണ്ടി ഷഹീദായ ആ ബദരീങ്ങളെ സ്മരിക്കലാണ് നമ്മുടെ ആവശ്യം. അവർ ഓർക്കുക, അവരെ കാണിച്ചു തന്നുകൊണ്ടാണ് നമുക്കൊക്കെ ഈ ഇസ്ലാമാകാൻ കഴിഞ്ഞത്. ഇനി മറ്റൊന്ന്, ഈ 70 പേരെ പിടിച്ച 70 ആൾക്കാരെ എന്ത് ചെയ്യണമെന്ന് എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഷാവറ ചെയ്ത് തീരുമാനിക്കുള്ളൂ. ഇവർ എന്ത് ചെയ്യണം? 70 ആൾ ബന്ധനസ്ഥരാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞു, അവരെ നമ്മൾക്ക് എന്തെങ്കിലും നികുതി ജിസിയ ടാക്സ് വാങ്ങിയിട്ട് അവരെ വിടുക. അവരൊക്കെ നമ്മളൊക്കെ ആൾക്കാർ തന്നെയാണ്. അവർക്ക് ഹിദായത്ത് കിട്ടിയാൽ അതൊക്കെ തിരിച്ചു വരുമല്ലോ. ഉമറല്ലാഹു പറഞ്ഞു അവരെ കൊല്ലണം. പലരും പല അഭിപ്രായം പറഞ്ഞു. അപ്പൊ നികുതി വാങ്ങിയിട്ട് വിട്ടു. കുറച്ച് പേർക്ക്, കഴിയാത്തവർക്ക്. ലോകത്തെ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു മാപ്പ് കൊടുത്ത ഒരു പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധക്കൊതിയനാണെന്ന് പറയുന്നവർ ഇങ്ങനെയും മർദ്ദിച്ച് പീഡിച്ച് അവസരാക്കിയ അവരെ ഒന്നും ചെയ്യാതെ ചെറിയൊരു ഫൈൻ ചുമത്തി വിട്ടയച്ചു. അത് കൊടുക്കാൻ പറ്റാത്തവർക്ക് എന്താ ചെയ്തറിയോ? ഓരോ മക്കയിൽ വന്ന ഓരോ ശത്രുവിനും പിടിക്കപ്പെട്ടവരും മദീനയിലുള്ള അൻസാരികളെ കുട്ടികൾക്ക് എഴുത്തും വായന പഠിപ്പിക്കുക
ശിക്ഷ കൊടുത്താണ് കേട്ടോ. ലോകത്ത് ആദ്യമായിട്ട് സാക്ഷരതാ പ്രവർത്തനം 1400 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ ഉപദ്രവിച്ച് പീഡിച്ച് തളർത്തിയ അവരെ പിടിക്കപ്പെട്ടപ്പോൾ അവർക്ക് കൊടുത്ത ശിക്ഷ കുട്ടികൾക്ക് എഴുത്തുമാനും പഠിപ്പിക്കുക. എങ്ങനെയുണ്ട്? എഴുത്തുമാനും പഠിപ്പിക്കുക. 19 എത്ര നിൽക്കുകയാണ്. മക്ക ജയിച്ചടക്കിയിരിക്കുകയാണ്. ഇസ്ലാം സലമ തങ്ങൾ ഉസ്മാൻ തുൽഹയോട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഭവനമായ ആ കഅബ തുറന്ന് അതിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി ഉസ്മാൻ തൽഹയോട് താക്കോൽ ചോദിച്ചു കൊടുത്തില്ല. ഇസ്ലാം തങ്ങൾ പറഞ്ഞു, ഈ താക്കോലുമായി നീ എൻ്റെ അടുക്കൽ ഒരിക്കൽ വരും. വന്നതന്ന മക്കം 10 കഴിഞ്ഞു. മക്ക ജയിച്ചടക്കിയിരിക്കുകയാണ്. എല്ലാവരും ശത്രുക്കളൊക്കെ പേടിച്ചു നിൽക്കുന്നു, എന്താണ് ചെയ്യുക. ആ സമയത്ത് നബി തങ്ങൾ ഉസ്മാൻ തൽഹയെ വിളിച്ചിട്ട് താക്കോൽ കൊണ്ടുവരാൻ പറഞ്ഞു. ആ താക്കോൽ കൊണ്ടുവന്നു കൊടുത്തു. നബി തങ്ങൾ കഅബയിൽ കയറി നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് വന്നു തുലക്കാർ, എല്ലാവരും പൊയ്ക്കോളുന്ന. എല്ലാവരും വിചാരിച്ച് ഇപ്പൊ വെട്ടിക്കൊല്ലും, എല്ലാവർക്കും ഉമറത്തവർക്ക് അങ്ങനെ നിൽക്കുന്നു. ഇതിനകത്ത് വന്നു തുലക്കാർ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. ആ താക്കോൽ വാങ്ങി. ഈ താക്കോൽ ഞാൻ സൂക്ഷിക്കും, അതിനുള്ളതെന്ന് വിചാരിച്ച് ഞാൻ മരുമകനാണ്, എനിക്ക് കിട്ടും. അബൂബക്കർ പലരും വിചാരിച്ച് പലരും കൊടുക്കുന്നു. പറഞ്ഞു, അബ്ദുൽ അമാനാത്തൽ അഹ്ലിയ, നിങ്ങളെ താക്കോൽ ഏൽപ്പിച്ച ആ വിശ്വസിച്ച് ഏൽപ്പിച്ച അത് അയാളൊക്കെ തന്നെ കൊടുക്കുക. ഉസ്മാൻ തൽഹയുടെ കയ്യിൽ തന്നെ എന്ത് കൊടുത്തു? താക്കോൽ കൊടുത്തു. ഇന്നും കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാർ അതിൽപ്പെട്ട ആ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അത്രയും വിശാലമായ മനസ്സിലുള്ള ആളായിരുന്നു. അങ്ങനെ 70 ആളെ വെറുതെ വിട്ടു. കുറച്ചാളെ ഉമറുള്ളാഹ് പറഞ്ഞു, അവരൊക്കെ വെട്ടിക്കൊല്ലണമെന്നാണ്, സമ്മതിച്ചില്ല. ആരെ ഒന്നും ചെയ്യരുത്, എല്ലാവർക്കും മാപ്പ് കൊടുത്തു വിട്ടു. അവരെ പലരൊക്കെ ഒന്ന് ഫൈൻ വാങ്ങി വിട്ടു. ബദറിൽ പിടിച്ച ആൾക്കാർ, കുറച്ച് ആൾക്കാർ മദീനയിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഇതായിരുന്നു ഇസ്ലാം നടപ്പാക്കിയ ശിക്ഷ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ബദർ എന്ന് പറയുന്നത്. ആ ദിവസത്തെ നമ്മൾ സ്മരിക്കുക, അള്ളാഹുവിൻ്റെ ആ ബദരീങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുക. അത് കൊടും തെറ്റാണ്, ശിക്ഷ. അതിന് എല്ലാവരും പിന്മാറണം. ഇതാണ് ബദരീങ്ങളുടെ സംഭവം. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. ഇനി മറ്റൊരു സംഭവം പറയാനുള്ളത്, മഞ്ചേരി മെഡിക്കൽ കോളേജ് നമ്മുടെ സോളിഡാരിറ്റിൻ്റെ ഒരു കത്താണ്, വായിച്ചാൽ കേൾപ്പിച്ച കേട്ടോ. മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് സോളിഡാരിറ്റി സേവന കേന്ദ്രം. നമ്മുടെ സഹായവും കാരുണ്യവും പ്രതീക്ഷിച്ച് കഴിയുന്ന അനേകം മനുഷ്യർക്ക് സന്തോഷമേകാൻ സേവന കേന്ദ്രം വഴി സാധിക്കുന്നുണ്ട്. ആശുപത്രി കിടക്കുന്ന രോഗികൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ, ഭക്ഷണങ്ങൾ, കിഡ്നിക്ക് ഡയാലിസിസ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണിത്. അപ്പം അതിലേക്ക് എല്ലാവരും കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച നല്ലവണ്ണം കൊടുക്കുക. നമുക്ക് ഇത് വളരെ നല്ല ഒരു സമയമാണ്. ഈ സമയത്ത് ചെലവഴിച്ചാൽ കൂടുതൽ കിട്ടും. അതുകൊണ്ട് മുഴുവനും വായിക്കുന്നില്ല. അതിലേക്ക് വേണ്ടി ആസ്പത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് അവർക്ക് വേണ്ടുന്ന മറ്റുള്ള സൗകര്യങ്ങളൊക്കെ, വീൽ ചെയറൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി ആണ് സോളിഡാരിറ്റിയുടെ ഈ സേവന പ്രവർത്തനം. അതിനോട് എല്ലാവരും സഹകരിച്ച് കഴിയുന്നത്ര എല്ലാവരും കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചവരുടെ മാതാപിതാക്കൾ മറ്റുള്ളവർക്ക് അള്ളാഹു മഹഫറത്ത് മഹഫറത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആശുപത്രിയുടെ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം നൽകണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, മാരകമായ രോഗങ്ങളും അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. സഹോദരന്മാരെ, ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ കൊല്ലം റമദാൻ 17-ന് മകൻ ക്യാൻസർ പിടിച്ച് മരിച്ചു. ചെറുപ്പക്കാരനായിരുന്നു മകൻ, 30-35 വയസ്സായ മകൻ. കുറേ രോഗങ്ങൾ കൊണ്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും വളണ്ടിയറായിട്ടാണ് ചെന്ന പരിചയമുണ്ടായിരുന്നു. അത് മരിച്ചത് കഴിഞ്ഞ ഈ റമദാൻ 17-നാണ്. മിഞ്ഞാന്ന് ആ കുട്ടിയുടെ വാപ്പ പാലക്കാട് പോയി ഡോക്ടറെ കണ്ടുവരുമ്പോൾ ഒരു കാറ് ലോറിയുമായി കൂട്ടിമുട്ടി അയാൾ മരിച്ചു. ഇന്നലെ ഈ നേരത്തെ 2 മണിക്കാണ് കവറടക്കം ഉണ്ടായത്. അപ്പോൾ വാഹന അപകടങ്ങളും ദുരന്തങ്ങളൊക്കെ നിത്യസംഭവമാണ്. ആ കുടുംബത്തിന് അദ്ദേഹം അല്ലാഹു തആല ആ മനുഷ്യനെ പുറത്തു കൊടുക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് ശാന്തിയും സമാധാനം നൽകുമാറാവട്ടെ. വാപ്പയ്ക്ക് ഒരു 10-70 വയസ്സായിട്ടുള്ളൂ. അതാണ് അവിടെ ഏറ്റവും ദുഃഖാർച്ച. കഴിഞ്ഞ വർഷം ഈ 17-ന് റമദാൻ 17-നാണ് അബ്ദുറന്നാണ് പേർ മരിച്ചത്. ആ ദിവസം വന്നപ്പോഴേക്കും വാപ്പയും ഇന്നലെ 3 മണിയോടുകൂടി കബറടക്കി ഞങ്ങൾ പിരിഞ്ഞു. അള്ളാഹുവേ, വാഹന അപകടങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കളൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ചോ, നീ കണക്കാക്കി ഞങ്ങളെ ആ ഡേറ്റ് ഓഫ് ഡെത്ത് വരുന്നത് വരെ ഞങ്ങൾക്ക് ആഫിയത്തോട് ആയുസ് തന്നെ തമ്പുരാൻ.
തമ്പുരാന്. അപകട മനങ്ങളെ തൊട്ട് ഞങ്ങളുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കണേ തമ്പുരാന്. പടച്ചറപ്പെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാന്. റമദാൻ മാസത്തിലാണ് മിമ്പറിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന റബ്ബേ. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അതൊക്കെ സാമ്പത്തിക പ്രശ്നം, ശാരീരിക പ്രശ്നം, മാനസിക ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇനി ഇല്ലാതാക്കി തരണേ തമ്പുരാന്. ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ റബ്ബേ. കടത്തോട് ഞങ്ങൾ മരിപ്പിക്കരുത് തമ്പുരാൻ. ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് വെച്ചാൽ അതിലൊക്കെ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാന്. ഞങ്ങളുടെ മക്കളുടെ പഠനത്തിലും ജോലിയിലും ഒക്കെ ഇനി ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ തമ്പുരാന്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കണേ തമ്പുരാന്. ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് ഇനി ദീർഘായുസ്സും ആരോഗ്യം നൽകണേ. അവരുടെ പഠനത്തിലും ജോലിയിലൊക്കെ ഇനി ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ തമ്പുരാന്. അവരുടെ ഭർത്താക്കന്മാരെ നന്നാക്കണേ. അവരുടെ വിധവകളും അനാഥകളൊന്നും മാറ്റി തറപ്പ്. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ശിവ നൽകണേ തമ്പുരാന്. പലരും കഷ്ടപ്പെടുന്നവരുണ്ട്. 14 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ടോൺസൽസിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്ത കുട്ടി, അപ്പോൾ അയലക്കത്തെ കുട്ടി തന്നെ മൈത്രയിലാണ്. 14 ലക്ഷം രൂപ വേണം, അതിന് വേണ്ടി സഹായിക്കണം, പിരിക്കണം എന്നൊക്കെ പറയുന്നു. അള്ളാഹു താല അവരുടേതായ രോഗം ശിവയാക്കി ശിവ നൽകുമാറാവട്ടെ. അത്തരത്തിലുള്ള എല്ലാ രോഗങ്ങളെക്കൊട്ടും കുറേ രോഗികളിൽ ഓപ്പറേഷന് വിധേയമാകുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ രക്ഷപ്പെടുത്തി ശിവ നൽകി സന്തോഷമായി കൊടുക്കണേ തമ്പുരാന്. അള്ളാഹു മുഫ്ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واهلك الكفرة والظالمين. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.